ഓക്കെ, ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഒരു സാധാരണ മാർക്കറ്റ് അനാലിസിസ് ആണ്. മാർക്കറ്റ് അനാലിസിസിൽ നിന്ന് നമുക്ക് മേളിലോട്ട് പോവാം. ഇപ്പോൾ ഇതിലെ ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത് നമ്മുടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ് ആണ്. അപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ് നോക്കുമ്പോൾ ഒരു സെക്കൻഡ്. ഓക്കെ, മോർണിംഗിൽ ഫസ്റ്റിലെ ട്രേഡിലായിരുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും പറഞ്ഞുതരാം. ഇതൊരു ബെയറിഷ് ഫ്ലാഗ് ആണ്, അല്ലെങ്കിൽ ബെയറിഷ് പെനന്റ് ആയിട്ട് വരാം. സോ ഇതിന്റെ പാറ്റേൺ ഇത് അതിന്റെ ഫ്ലാഗിന്റെ ഹെഡായിട്ട് പറഞ്ഞിരുന്നാൽ മതി. തൽക്കാലം ഇങ്ങനെ ഇരിക്കുവാണ്. ഇവിടെയും ഒരു നെഗറ്റീവ് മാർക്കറ്റ് കയറി വന്ന് ഇതൊരു അത്യാവശ്യം ഫിബൊനാച്ചി റേഞ്ചിൽ നിന്ന് ചിലപ്പോൾ റിഫ്ലക്ട് ചെയ്തേക്കാം. സോ ഞാൻ ഷോർട്ട് പൊസിഷൻ വെറുതെ എടുത്ത് ഇടുന്നുണ്ട്. ഇതിന്റെ ഞാൻ എന്തായാലും എടുക്കുന്നില്ല, ലൈവിൽ നിൽക്കുമ്പോൾ ഞാൻ എന്തായാലും ഷോർട്ട് എടുക്കുന്നില്ല. ഓക്കെ, ആയിട്ടില്ല, ഷോർട്ടിന്റെ ഒന്നും പൊസിഷൻസ് ആയിട്ടില്ല. ഓൾറെഡി ഞാനൊരു മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഏറ്റവും ലോയിലായതുകൊണ്ട് തന്നെ ഞാനൊരു സപ്പോർട്ടിൽ, നിങ്ങൾക്കറിയാം 24,240 എന്നുള്ളൊരു നമ്പർ നമ്മുടെ ഗ്രൂപ്പിനകത്ത് കഴിഞ്ഞ ലൈവ് കാണുന്ന എല്ലാ പേർക്കും അറിയാം. അവിടെ ഈ ഒരു ലൈനിൽ നമ്മൾ സപ്പോർട്ടായിട്ട് കീപ്പ് ചെയ്യാറുണ്ട്. സോ സപ്പോർട്ടിൽ വന്നപ്പോൾ ഓൾമോസ്റ്റ് 260 വരെ വന്നു. അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന ഒരു പ്രീമിയം എന്ന് പറയുന്നത്, ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന പ്രീമിയം ഏകദേശം ദിസ് വൺ അറൗണ്ട് ഒരു 350 റേഞ്ചിലോ 360 റേഞ്ചിലോ എങ്ങാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ഒരു CE അവിടെ കളക്ട് ചെയ്ത് വെച്ചിരുന്നു. ഓൾമോസ്റ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് 400 പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് 355 ടു കണ്ടാൽ അറിയാം 355 എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ലോവസ്റ്റ് എൻഡിൽ നിന്ന് ബൈ ചെയ്തു. എന്നിട്ട് മാക്സിമം പോയിന്റ് ഒരു 400 റേഞ്ചിലെത്തിയപ്പോൾ ഒഴിവാക്കി. തിരിച്ച് വീണ്ടും അതൊരു 384-85 സംതിങ് വന്നപ്പോൾ ബൈ ചെയ്തു. ഇതിനിടയിൽ ഞാൻ ഈ പറയുന്ന നമ്പേഴ്സിൽ വ്യത്യാസം വരാം, എന്നാലും തിരിച്ച് ഇതൊരു 351-355 റേഞ്ചിലൊക്കെ വന്നപ്പോൾ വീണ്ടും ഒഴിവാക്കി. ഇതിന്റെ ഇടയിൽ വീണ്ടും താഴെ വന്നു, 400 റേഞ്ചിൽ വന്നു, തിരിച്ച് വീണ്ടും 440 റേഞ്ചിൽ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. സ്റ്റിൽ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഒരു ബുള്ളിഷ് ഏരിയ വന്നേക്കാം ഈ പ്രീമിയത്തിനുള്ളിൽ. ഞാൻ പ്രീമിയത്തിനകത്തല്ല പറയുന്നത്, ജസ്റ്റ് ഒരു നോക്കി വെക്കുക. ഒരു 456 റേഞ്ചിന് മേളിലോട്ട് വീണ്ടും പ്രീമിയം കയറാൻ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രീമിയത്തിനകത്ത് കുറച്ച് പൊട്ടൻഷ്യൽ വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 24,280 മേളിൽ ക്ലോസ് ചെയ്യണം, ഇല്ലെങ്കിൽ 300 മേളിൽ ഒരു ചെറിയൊരു ഇൻട്രാഡേ ട്രേഡ് കിട്ടാനുള്ള നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. ഓൾറെഡി ഞാൻ 3 ട്രേഡ്, അതിനകത്ത് 3 അതിൽ കൂടുതലോ 4 ട്രേഡോ ഈ ഇൻട്രാഡേയിൽ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ, കാരണം ന്യൂസ് അത്ര നല്ലൊരു ന്യൂസ് അല്ല. സോ ന്യൂസ് കൊള്ളൂലാത്തത് കൊണ്ട് തന്നെ അവിടെ ഷോർട്ടിംഗ് പൊസിഷനിൽ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ബൈ ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. സ്കാൽപ്പിംഗ് ആണ്, കംപ്ലീറ്റ്ലി സ്കാൽപ്പിംഗ് ആണ്. സമയം ആ കൂടെ 15-20-25 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അതിനിടയിൽ 3-4 ട്രേഡ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി കുറവായിരിക്കും, നമ്പർ ഓഫ് ട്രേഡ്സ് കൂടുതലായിരിക്കും. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇപ്പൊ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെയും ഞാൻ തൽക്കാലം എടുത്ത് മാറ്റാം. ഞാൻ ഫ്ലാഗ് ഇടുന്നതിന് പകരം ഞാൻ അവിടെ ഒരു പെനന്റ് ഇടാം. കാരണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ ഇതിൽ നമ്മുടെ മറ്റേ പ്രീമിയം അവിടെ പോയി ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഷോർട്ടിംഗ് പൊസിഷൻ ചിലപ്പോൾ ട്രിഗർ ചെയ്തേക്ക്. ഞാൻ എടുക്കില്ല, എന്തൊക്കെ സംഭവിച്ചാലും ലൈവിനുള്ളിൽ നിൽക്കുമ്പോൾ ഫ്രഷ് പൊസിഷൻ എടുക്കില്ല. നേരത്തെ ഇരുന്ന പൊസിഷൻ ആണെങ്കിൽ ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്താണ്. ഇത് നേരത്തെ ഒരു പ്രീമിയം എടുത്തു വെച്ചിരുന്നതെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ ഒരു പ്രീമിയം എടുത്തിരുന്നെങ്കിൽ ഞാൻ അതിനെ ഹോൾഡ് ചെയ്തതാണ് വിത്ത് SL. ഇപ്പോൾ എനിക്ക് പോയിട്ട് പെട്ടെന്ന് ഇതെടുത്തിട്ട് വരാൻ പറ്റത്തില്ല, ഇത് അറ്റാച്ച്ഡ് ആണ്. സോ എടുക്കാൻ പറ്റത്തില്ല, ഞാൻ പൊസിഷൻ എടുക്കുന്നില്ല. കുറച്ച് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു വീഡിയോ റെക്കോർഡിംഗ് കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ എടുക്കാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് നോക്കി വെച്ചാൽ കുറച്ചുകൂടെ ഒരു അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അddമണി ഏതായിരിക്കും 50-300 അല്ലെ, 50-300 PE എന്ന് പറയുന്നത് 50-300 PE 300 രൂപ റേഞ്ചിൽ നിൽപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ സ്മോൾ സ്കാൽപ്പ് ചെയ്യാം, കൃത്യമായിട്ടുള്ള SL കീപ്പ് ചെയ്തിട്ട് തുടങ്ങണ്ട. പെനന്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല, എന്നാലും ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം. ഞാൻ ഈ പറയുന്ന ലെവലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്തിടാം, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ആ ഒരു മൊമെന്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് പോവാന്നുള്ളതാണ്. 344 ഒക്കെ ആയിരിക്കും അതിന്റെ ഒരു SL കീപ്പ് ചെയ്യേണ്ടി വരിക. ഓക്കെ,
ഈ ഒരു പ്രീമിയം വന്നിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാം. ലൈവിലേക്ക് ചിലപ്പോൾ പെട്ടെന്ന് കയറിപ്പോവും. ഐ തിങ്ക് അത് പെട്ടെന്ന് കയറി പോകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഞാൻ അതിനകത്ത് ഒരിക്കലും ഒരു ഓപ്ഷൻ ട്രേഡ് ഞാൻ ഒരിക്കലും ലൈവിനകത്ത് കൊടുക്കാറില്ല, ഇൻട്രാഡേ ട്രേഡ് കൊടുക്കാറുണ്ട്. സോ അനാലിസിസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോക്കിയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. എനിക്ക് അത്യാവശ്യം വീഴുന്നു ഫീൽ ചെയ്യുന്നു, ഒരു ചെറിയൊരു വീഴ്ച വന്നിട്ട് തിരിച്ചു കയറി പോകാനുള്ള ഒരു സാധ്യത. എന്നാലും ഫുൾ ക്വാണ്ടിറ്റിക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആ ചാർട്ടിനകത്ത് ഇപ്പോൾ കറന്റ്ലി ഇല്ല. കാരണം ഈ ഒരു പെനന്റിൽ നിന്ന് എങ്ങോട്ട് പോകും എന്നുള്ളത് ഒരു ഡിസിഷൻ വന്നിട്ടില്ല. ഞാനാണെങ്കിൽ പേഴ്സണലി ഇപ്പൊ പോലും എടുത്തന്നെ ഒരു 300 304 ഞാൻ പേഴ്സണലി എടുത്തു വെച്ചിട്ട് കൃത്യമായിട്ട് SL വെക്കും. ഒരു 296 ഒരു ഇമോഷനും ഇല്ലാണ്ട് ഞാൻ അതിനകത്ത് ട്രേഡ് ചെയ്തിട്ട് ഇറങ്ങിപ്പോവും. സോ അങ്ങനെ ട്രേഡ് ചെയ്യാൻ അറിയുന്ന ഇതിനുള്ള സ്റ്റുഡൻസ് അത്യാവശ്യം കുറച്ച് പേരുണ്ട്. അഫ്സലുണ്ട്, സനലുണ്ട്, സ്വാതി ഉണ്ട്, രശ്മി പുതിയ ബാച്ചിലാണ്. ഓക്കെ, സജിത്ത്, അമൽജിത്ത് കഴിഞ്ഞ ബാച്ചിലത്തെ അമൽജിത്ത് ഉണ്ട്. സോ ഇപ്പൊ നിങ്ങൾ തുടങ്ങണം. അമൽജിത്ത് ഒക്കെ കഴിഞ്ഞ ബാച്ചിലത്താണ്, ഇപ്പൊ സ്റ്റാർട്ടേ ചെയ്യരുത്. ഓപ്ഷൻസ് ഞാൻ പറയും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കാം എന്താണ് സ്കാൽപ്പിംഗ്, എന്താണ് ട്രേഡിംഗ് എന്നുള്ളത് മനസ്സിലാക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു 6 മാസമെങ്കിലും കഴിയണം ഓപ്ഷൻസ് ട്രേഡ് ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു സിമെട്രിക് ട്രയാങ്കിളിനകത്ത് നിൽക്കുവാണ്. ഇപ്പോൾ ഇതിനകത്ത് കുറഞ്ഞ പൊസിഷൻ ആണെങ്കിൽ നമുക്ക് SL ഹിറ്റ് ചെയ്യുന്നില്ല. SL ഹിറ്റ് ചെയ്താൽ പോലും നമുക്ക് നെവർ മൈൻഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആണ് അല്ലെ. ഓക്കെ, ഞാൻ സ്കാൽപ്പിംഗ് പറയാൻ വേണ്ടിയിട്ട് കയറുന്നില്ല, നിങ്ങൾക്ക് ഇത് നോക്കി വെക്കാം. അത്യാവശ്യം ഓപ്ഷൻസ് ചെയ്യുന്ന ആൾക്കാർ ഇതിനകത്ത് ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു ട്രേഡ് പറഞ്ഞു. ജിജോ ഒക്കെ അത്യാവശ്യം ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. ഞാൻ ഇൻട്രാഡേ പൊസിഷനിലേക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇൻട്രാഡേ പൊസിഷനിലേക്ക് പോയാൽ അപ്പോൾ ആദ്യം നിഫ്റ്റി ഇൻഡെക്സിന്റെ പറയാം. ഒരു ബെയറിഷ് പെനന്റ് ആണ് കയ്യിൽ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഞാൻ എടുത്തിട്ടില്ല, പൊസിഷൻ എടുത്തിട്ടില്ല. നിങ്ങൾക്കറിയാം ഞാൻ ലൈവിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ പൊസിഷനിലേക്ക് പോവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓട്ടോമാറ്റിക്കലി ഓൾറെഡി അതിന്റെ ടാർഗറ്റിലേക്ക് ഇത് പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ എടുക്കുന്നില്ല. ഓൾറെഡി 4 ട്രേഡ് അത്യാവശ്യം പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. എനിക്ക് ഒരു ടെൻഷനും ഇല്ലാത്ത പ്രോഫിറ്റിലാണ് ഓൾറെഡി ഞാൻ നിൽക്കുന്നത്. സോ ട്രേഡ് ട്രിഗർ ആയിട്ടുണ്ട്. സ്കാൽപ്പിംഗ് ട്രേഡ് ആണ് ട്രിഗർ ചെയ്തിരിക്കുന്നതെങ്കിലും ഇതിനെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും, ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഇത് ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ഈ ഒരു ഏരിയയിൽ 240 ബിലോ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ കൺട്രോൾ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡേഴ്സിന് എങ്ങനെ ഫേവറബിൾ കണ്ടീഷൻ കൊണ്ടുവരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, നിഫ്റ്റിയിൽ അധികം ആയിട്ടില്ല, ബാങ്ക് നിഫ്റ്റിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ബാങ്ക് നിഫ്റ്റിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രേഡിംഗ് പാറ്റേണിലേക്ക് നമുക്ക് പോവാം. HDFC ബാങ്ക് ഷോർട്ട് ചെയ്യാനുള്ള പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ ഈ ഒരു ക്യാൻഡലിന്റെ താഴെ 52 താഴെ ക്ലോസിംഗ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ചിന്തിക്കാന്നുള്ളതാണ്. ഓക്കെ, ഈ ക്യാൻഡലിന്റെ താഴെ ക്ലോസിംഗ് കിട്ടിയാൽ ഏറ്റവും സേഫ്. അതുവരെ വെയിറ്റ് ചെയ്യുന്നതാണ് ഇൻട്രാഡേ ട്രേഡറിന് ഏറ്റവും ബെറ്റർ. ഓക്കെ, HDFC ബാങ്ക് മാർക്കറ്റ് വോളറ്റൈലിറ്റി സ്റ്റോക്കല്ലേ, ഇതിനകത്ത് ട്രേഡ് ചെയ്യണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SBI 816 താഴെ ഷോർട്ട് ചെയ്യാൻ പറ്റും. സോ ഓൾറെഡി നിൽക്കുവാണ്. ഒന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ ഷോർട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ HDFC ബാങ്ക് തൽക്കാലം വിട്ടേക്കാം. ഞാനിപ്പോ ഫസ്റ്റ് ഇൻട്രാഡേ സ്റ്റോക്ക് ഇൻ ബാങ്ക് നിഫ്റ്റി ഞാൻ പറഞ്ഞത് 815 താഴെ ഇല്ലെങ്കിൽ 15 പോയിന്റ് സംതിങ് ഏതെങ്കിലും ഒരു പോയിന്റ് ഇട്ടോ അതിന് താഴെ ക്ലോസിംഗ് കിട്ടുന്ന ഒരു സ്ഥലത്ത് ഫസ്റ്റ് ഇൻട്രാഡേ SBIയുടെ ആണ് ഫസ്റ്റ് ഷോർട്ടിംഗ് ഇൻട്രാഡേ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആക്സിസ് ബാങ്ക്, ബാക്കി ചാർട്ട്സ് ഒക്കെ ആക്സിസ് ബാങ്ക് കയറി പൊക്കോണ്ടിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ അടുത്താണ് നിൽക്കുന്നത് അല്ലെ. അപ്പോൾ അതിൻ്റെ അകത്ത് ട്രേഡ് ഇല്ല, വെയിറ്റ് ചെയ്യാം. ICICI ബാങ്ക് ഓൾറെഡി രാവിലെ തന്നെ വീഴുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ആ വീഴ്ചയാണ് എനിക്ക് ആക്ച്വലി ഫേവറബിൾ കണ്ടീഷൻ തന്നത്. ഇത് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ലൊരു വീഴ്ച വന്നിട്ടുണ്ട്. സോ കൊഡാക് ബാങ്ക് തിരിച്ചു കയറുന്ന ഒരു ഷോർട്ട് കവറിങ് നടക്കുന്നുണ്ട്. വലിയൊരു മൊമെന്റത്തിലല്ല, ചെറിയൊരു മൊമെന്റത്തിൽ ഷോർട്ട് കവറിങ്. പക്ഷെ ഹെവി വെയിറ്റ് ഇപ്പോഴും വീക്കാണ്. ഹെവി വെയിറ്റ് ക്ലോസ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ ഈ പറഞ്ഞ ബാക്കി എല്ലാ സ്റ്റോക്കിലും നെഗറ്റീവ് സൈഡ് വരും. നമ്മൾ ഈ പറഞ്ഞ പ്രീമിയത്തിന്റെ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുക ഈ ഒരു ക്യാൻഡിൽ ക്ലോസിംഗിലായിരിക്കും. ഓക്കെ, ഫൈൻ, വേറൊന്നുമില്ല. അപ്പോ അനാലിസിസിന്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സ്റ്റോക്കിൽ നോക്കാനാണെങ്കിൽ SBI അവിടെ പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഷോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാം. രണ്ടാമത്തത് HDFC ബാങ്ക് ഒന്ന് ക്ലോസ് ചെയ്യുന്നത് നോക്കിയിട്ട് നമുക്ക് അതിനെ ഷോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഫൈൻ. അപ്പോ അടുത്ത് നമ്മുടെ പ്രീമിയം, ഒരു പ്രീമിയം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അത് അത്യാവശ്യം പൊക്കോണ്ടിരിക്കുകയാണ്. പേഴ്സണലി ഫസ്റ്റ് ടാർജറ്റ് റേഞ്ചിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. 337 to 344 ഒക്കെ ഫസ്റ്റ് ടാർജറ്റിന്റെ അടുത്താണ്. സ്കാൽപ്പറിന്റെ ആണ് ഞാൻ പറഞ്ഞത്. ആ ട്രേഡിനെ നമുക്ക് എത്ര വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം. അത് വീഴാൻ തുടങ്ങി കഴിഞ്ഞാൽ 344 to
ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡ് മിസ്സാവുന്നുണ്ടായിരിക്കാം. പക്ഷെ ട്രേഡിംഗ് പഠിക്കാനാണെങ്കിൽ ഇവിടെ നിൽക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോയി ട്രേഡ് ചെയ്തിട്ട് വരാം. ഫൈൻ, നിങ്ങൾക്ക് അതിന്റെ കൂടെ ട്രേഡ് ചെയ്യാം. ഞാനാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ട്രേഡാണ്. ആക്ച്വലി ഇതിന്റെ നിയർ ടാർജറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 440 ടു ഓൾമോസ്റ്റ് 440 ആണ് ഇതിന്റെ. ഇൻ കേസ് ഇത് നന്നായിട്ട് വീഴുന്നു കഴിഞ്ഞാൽ ഇതിന്റെ ടാർജറ്റ് ഞാൻ ഇവിടെ ആയിരിക്കും കീപ്പ് ചെയ്യാം. ഫൈനൽ ടാർജറ്റ്സ് ഞാൻ ക്വാണ്ടിറ്റി ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ആഡ് ചെയ്ത് ഞാൻ ഇറങ്ങി പോകുന്നത് 400+ ഒരു നമ്പേഴ്സ് ആയിരിക്കാം. സോ ഓൾറെഡി പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് ട്രയൽ ചെയ്ത് കൊണ്ടുപോകലാണ്. സോ പ്രോഫിറ്റിനെ ട്രയൽ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസിഷൻ എടുക്കാം. വേറെ ഒരു ആളുടെയും പ്രീമിയത്തിന്റെ പേരിലോ ഇല്ലെങ്കിൽ അയാളുടെ ജഡ്ജ്മെന്റിന്റെ പേരിലല്ല നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്ന, നമുക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ, നമ്മുടെ പ്രോഫിറ്റിന്റെ 33% നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്നതാണ്. സോ ഞാൻ അവിടെ അങ്ങനെ ഒരു പൊസിഷൻ ആയിരിക്കും കീപ്പ് ചെയ്യുക. ഈ ടാർജറ്റ് ഒക്കെ ഞാൻ ജസ്റ്റ് വച്ചിരിക്കുന്നതാണ്. അടിച്ചാലും അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് ചെറിയൊരു എസ് എൽ അല്ലേ, ഒരു 15-20 പോയിന്റ് എസ് എൽ കീപ്പ് ചെയ്തിട്ട് നല്ലൊരു ട്രേഡിന് വേണ്ടിയിട്ട് അത്യാവശ്യം സ്കാൽപ്പിൽ ഒരു 3-4 ട്രേഡ് കഴിഞ്ഞാൽ ഒരു ഇൻട്രാഡേ ട്രേഡ് സമയം എത്ര 9:45 ഉള്ളൂ. അത്യാവശ്യം ഇതൊരു 10-11 മണി വരെ കിടന്നോട്ടെ എന്നുള്ള രീതിക്കുള്ള ഫസ്റ്റ് ട്രേഡിന് വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ ഇൻട്രാഡേയിൽ ട്രിഗർ ചെയ്യുന്നുണ്ട്, നോക്കിക്കോളാം. ഒന്ന് ക്ലോസ് ചെയ്ത് ഈ ഒരു ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് HDFC ബാങ്കിലോ SBI ഓൾറെഡി ട്രിഗർ ചെയ്ത് അതിന്റെ ടാർജറ്റിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് നോക്കാം. നമുക്ക് വേറെ സെഗ്മെന്റ്സ് എപ്പോഴും ഒരേപോലത്തെ സ്റ്റോക്സ് നോക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതിനുള്ളിൽ RR കേബിൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കി വെക്കുക എന്നുള്ളതാണ്. ക്ലീൻ സയൻസ് ഒക്കെ നമ്മൾ ഇവിടെ ഓൾറെഡി ഇൻട്രാഡേ സ്റ്റോക്ക് ബൈ പറഞ്ഞിട്ടുള്ള ഒരു സാധനമായിരുന്നു. സോ അതിനകത്ത് ഷോർട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് ഇന്ത്യ മാർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഷോർട്ട് ചെയ്യാൻ പറ്റും. വിപ്രോ ഓൾറെഡി നല്ല വീക്കിലാണ്, വിപ്രോയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ വീക്ക് ചെയ്യാൻ പറ്റും. ജൂബിലന്റ് ഗുഡാണ്. ജൂബിലന്റ് ഒക്കെ നമ്മൾ 600 റേഞ്ചിൽ ബൈ കഴിഞ്ഞ ലൈവ് വന്നപ്പോ സ്റ്റോക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്സ് പറഞ്ഞാൽ ജൂബിലന്റ് ഫുഡ്സ്, ദേവയാനി ഇന്റർനാഷണൽ. ദേവയാനി അത്യാവശ്യം നെഗറ്റീവ് ആണ്, കുഴപ്പമില്ല, പക്ഷെ നല്ല സ്റ്റോക്കാണ് കയ്യിൽ കീപ്പ് ചെയ്യാൻ. KFC ആണ് നമ്മളെല്ലാരും കഴിക്കുന്ന KFCയുടെ സ്റ്റോക്കാണ്. സോ ഇച്ചിരി താഴെ പോയാലും കുഴപ്പമില്ല, മേടിച്ചു വെക്കാന്നുള്ള സ്റ്റോക്സ് ആണ്. സോ ഓക്കെ, ഈ സ്ഥിരം ലൈവിൽ വരുന്നത് ഈ ഒരു സംഭവം കാണാറുണ്ട്, ഞാൻ സ്ഥിരമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ലെവലിലേക്ക് നമുക്ക് പോവാം. കുറച്ചുകൂടെ ടാർജറ്റഡ് ആയിട്ടുള്ള ഒരു ട്രേഡിലേക്കാണ് പോകുന്നതെങ്കിൽ ഇന്ന് FMCG സെക്ടർ, ഒരു സെക്കൻഡ്, FMCG സെക്ടർ ഇന്നത്തെ വീക്കർ സെക്ടർ, നിഫ്റ്റി ബാങ്ക് ഡെഫിനറ്റ്ലി വീക്കർ സെക്ടറാണ്. മെറ്റൽ സെക്ടർ ഷോർട്ട് ചെയ്യാം. കമ്മോഡിറ്റീസ്, എനർജി, ഇൻഫ്ര, FMCG ഞാനിവിടെ ഇട്ടിട്ടില്ല. ഓക്കെ, FMCG കുഴപ്പമില്ല. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൽ നല്ല സ്റ്റോക്ക് നമുക്കിപ്പോൾ തൽക്കാലം ഇല്ല. അപ്പോൾ ബാങ്ക് നിഫ്റ്റി പോലത്തെ നെഗറ്റീവ് സെക്ടറിൽ നിൽക്കുന്ന സ്റ്റോക്സ് നമുക്ക് നോക്കാം. ഓട്ടോ സെക്ടർ വേണ്ട, PSU ബാങ്ക് തൽക്കാലം ഷോർട്ട് ചെയ്യേണ്ട, ബാങ്കിങ് സെക്ടറിൽ ഷോർട്ട് ചെയ്യേണ്ട. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഷോർട്ട് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് വരും. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നില്ല, സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. IT സെക്ടർ വേണ്ട, ഓട്ടോ സെക്ടർ വേണ്ട. ഈ 3 സെക്ടർ ആയിട്ടില്ല. ബാക്കി നമുക്ക് FMCG ആൻഡ് മെറ്റൽ സെക്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി ഈ സെക്ടറിനകത്തുള്ള സ്റ്റോക്സ് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അഭിരാം, ജയറാം, ഓക്കെ, കൃഷ്ണപ്രസാദ്, ഓക്കെ, ഫൈൻ. മാർക്കറ്റ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രെൻഡ് ഇതുവരെ കൺഫേംഡ് ആക്കിയിട്ടില്ല. ട്രെൻഡ് വന്നില്ല. 240 ബിലോ ബാങ്ക് നിഫ്റ്റി വീഴുന്നുണ്ട്. നിഫ്റ്റിയുടെ വേണമെങ്കിൽ ഒരു സൈഡിലേക്ക് ആലോചിക്കാം. ബാങ്ക് നിഫ്റ്റി ആയിട്ടില്ല. ബാങ്ക് നിഫ്റ്റി ആണ് ഇപ്പൊ തൽക്കാലം ഈ വീഴ്ചയ്ക്ക് തുടക്കം കുറിച്ച് ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും തൽക്കാലം വേണ്ട എന്ന് HDFC ബാങ്ക് പറഞ്ഞു നിൽക്കുവാണ്. സോ അവൻ വന്നു കഴിഞ്ഞാൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും വീഴുന്നേക്കാം. സോ ഇതിനകത്ത് കൾപ്രിറ്റ് ആരാണ്? അദാനിയാണ് അല്ലെ. നമുക്ക് അദാനിയിലേക്ക് ഒന്ന് തിരിച്ചു വരാം. അദാനി, അദാനി 5% ഡൗൺ ആണല്ലേ. അപ്പൊ അദാനിക്ക് വലിയ വെയിറ്റേജ് ഒന്നും ഇല്ല അദാനിക്ക്, എന്നാലും അദാനി അത്യാവശ്യം നന്നായിട്ട് വീഴുന്നിട്ടുണ്ട്. അദാനിയുടെ ചാർട്ടും കൂടെ നിങ്ങൾ നോക്കിക്കോ. പെട്ടെന്ന് അദാനിയുടെ സ്റ്റോക്കിൽ പെട്ടെന്നൊരു ബൗൺസ് വരുവാണെങ്കിലൊക്കെ നിഫ്റ്റി ചിലപ്പോൾ ഒരു വീഴ്ചയിൽ നിന്ന് തിരിച്ചു വന്നേക്കാം. സോ നിഫ്റ്റി ട്രാപ്പ് ചെയ്ത് കളയും നമ്മളെ. നോക്കൂ,
ഇല്ല, ഇപ്പൊ ഇതുവരയ്ക്കും നിഫ്റ്റി ഓക്കെയാണ്. ഇതാണ് ഇതിന്റെ സപ്പോർട്ട് ഏരിയ നിഫ്റ്റിയുടെ. സോ ഓൾറെഡി വന്ന് സപ്പോർട്ട് ഏരിയയുടെ അടുത്ത് നിന്നിട്ടാണ് ബൗൺസ് ചെയ്തത്. പക്ഷെ ഡിസിസീവ്ലി ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഞാനൊക്കെ ആണെങ്കിൽ പേഴ്സണലി ഇത് ഇപ്പോ താഴെ വന്നു ഒരു 324 ഒക്കെ വന്നു. ഞാൻ പൊസിഷൻ വീണ്ടും ആഡ് ചെയ്യുന്ന എന്റെ ലെവൽസ് ആണ് 324 റേഞ്ചിൽ. വീണ്ടും ആ എടുത്ത ക്വാണ്ടിറ്റിക്ക് ഞാൻ വീണ്ടും 310 SL കീപ്പ് ചെയ്യും. നേരത്തെ ഉള്ള SL ഞാൻ വീണ്ടും അവിടെ തന്നെ കീപ്പ് ചെയ്തിരിക്കും. എനിക്ക് ആ പൊസിഷൻ ഇൻട്രാഡേയിൽ അത്യാവശ്യം അടുത്ത ഒരു മണിക്കൂറത്തേക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫൈൻ. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയും ഓൾമോസ്റ്റ് സപ്പോർട്ടിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, സപ്പോർട്ടിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി സപ്പോർട്ട് വീക്ക് ആവുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വീണ്ടും എടുക്കാം. ഈ ട്രേഡ് ഞാൻ പറഞ്ഞില്ല, 440 to 500 റേഞ്ചിലേക്ക് പോവാൻ താല്പര്യമുള്ള ഒരു പ്രീമിയമാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോ എനിക്ക് 320 കിട്ടിയില്ലല്ലോ. ഇല്ലെങ്കിൽ ഞാൻ പേഴ്സണലി കയറിയത് 310 320 റേഞ്ചിലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രീമിയം ഓവർ പ്രൈസ്ഡ് അല്ല. എന്താണോ മാർക്കറ്റ് കണ്ടീഷൻ, ആ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മുടെ ഗ്രൂപ്പിലെ ഒരുപാട് ബിഗിനേഴ്സിന് പറ്റുന്ന മിസ്റ്റേക്ക് ആണ്. അയ്യോ എല്ലാവരും ഇത് 300 മേടിച്ചു, ഞാൻ എന്താ എടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. മാർക്കറ്റിൽ യഥാർത്ഥത്തിൽ ഇൻഡെക്സ് എന്താണോ നമുക്ക് കാണിച്ചു തരുന്നത് അതാണ് യഥാർത്ഥ എൻട്രി എന്ന് പറയുന്നത്. ഞാൻ ഇൻഡെക്സിൽ ഷോർട്ട് ചെയ്യേണ്ട എൻട്രി ഇവിടെ ആയിരുന്നു. ഞാൻ അതുകൊണ്ടാണ് അവിടെ ഷോർട്ട് ചെയ്തത്. നിങ്ങൾക്ക് ലൈവിൽ പറഞ്ഞു തന്നത് ആ ഒരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി ഇവിടെ ആയിരുന്നു. സോ 350 നിങ്ങൾക്ക് അറിയാം 350 എന്നുള്ള നമ്പർ, 240 എന്നുള്ള നമ്പറൊക്കെ ഞാൻ ഇവിടെ ഈസിലി പറയുന്നതാണ് അല്ലെ. പക്ഷെ അവിടെ ട്രേഡറിന്റെ ക്വാളിറ്റിയാണ്, ട്രേഡറിന്റെ മൈൻഡ് സെറ്റ് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യുന്നത്. അല്ലാണ്ട് പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യുന്നതുകൊണ്ടല്ല മാർക്കറ്റിലെ ട്രേഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. പേഴ്സണലി എടുത്തിരുന്നെങ്കിൽ ഈ ഒരു പൊസിഷന് വീണ്ടും എനിക്കൊരു 1.5K to 2K ടാർഗറ്റ് ഓൾറെഡി കിട്ടേണ്ടതാണ്. ദാറ്റ്സ് ഓക്കെ. എല്ലാ ട്രേഡും കാശിന് മാത്രമുള്ളതല്ല, നിങ്ങൾക്കും കൂടെ ഉള്ളതാണ്. സോ എനിക്കറിയാം അതെവിടെ ആ ക്യാഷ് എനിക്ക് തിരിച്ചു വരും എന്നുള്ളത്. സോ ഞാൻ അതിൽ വറീഡ് അല്ല. എന്നാലും ഈ ഒരു പൊസിഷന്റെ ഈ പോയ പൊസിഷന്റെ ട്രേഡ് തന്നെ ഓൾമോസ്റ്റ് 312 to 360 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് അറൌണ്ട് ഒരു 1.6K വരെ ഇപ്പൊ തന്നെ അത് ഹിറ്റ് ചെയ്തിരിക്കും. മേലിലോട്ട് കയറിപ്പോയാൽ ഈ ട്രേഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 3K പ്ലസ് കിട്ടേണ്ട ക്വാണ്ടിറ്റി ആയിരിക്കും ഞാൻ എടുക്കുക. പേഴ്സണലി എനിക്ക് അതാണ് ഇഷ്ടം. ബാക്കിയുള്ളവരുടെ ക്വാണ്ടിറ്റി സൈസുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യാറില്ല. എന്റെ റിസ്ക് റിവാർഡ് ഞാൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. എനിക്കൊരു ട്രേഡിൽ ഒരു 2000 താഴെ SL കീപ്പ് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പൊസിഷൻ. ഞാൻ അതുകൊണ്ട് അങ്ങനെ മൾട്ടിപ്പിൾ ട്രേഡ്സ് ആയിരിക്കും ആലോചിക്കുക. ഒരു ട്രേഡിൽ SL അടിച്ചു കഴിഞ്ഞാൽ 5K പോകുന്നതല്ല എനിക്ക് അവിടുത്തെ എയിം എന്ന് പറയുന്നത്. ഒരു ട്രേഡിൽ 2K, അടുത്ത ട്രേഡിലേക്ക് പോകുമ്പോൾ എനിക്ക് തിങ്ക് ചെയ്യാനുള്ള മൈൻഡ് വരും. ഓക്കെ, 2K, അടുത്ത ഒരു 2Kയിലത്തേക്ക് ഒരു റിലാക്സേഷൻ കിട്ടും. ഇല്ല, ഇതിന്റെ റീസൺ കൂടെ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ട്രേഡിൽ കയറും, രാവിലെ ആദ്യത്തെ ട്രേഡിൽ കയറും. ആ ട്രേഡ് 2000 രൂപ ലോസ് വന്നു കഴിഞ്ഞാലും അത് 10,000 രൂപ ലോസ് വന്നാലും നമ്മൾ ആ ആദ്യത്തെ ട്രേഡിൽ തന്നെ നിൽക്കുകയാണ്. അതായത് ഒരു ലോസ് ആയിട്ടുള്ള ലൂസിങ് ട്രേഡിനെ നമ്മൾ കയ്യിൽ കൊണ്ടു നടക്കുവാണ്. ആ ലൂസിങ് ട്രേഡിനെ SL ഹിറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പുറത്തിറങ്ങി നിൽക്കുക, നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ട്. സോ 8,000 രൂപ ലോസിലേക്ക് പോകുന്നതിന് പകരം 2,000 രൂപ ലോസ് കട്ട് ചെയ്തിട്ട് അടുത്ത് ഹയർ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ട്രേഡിലേക്ക് പോകുമ്പോൾ വീണ്ടും നമ്മുടെ വിന്നിങ് പ്രോബിലിറ്റി ഒരു 60% വിന്നിങ് പ്രോബിലിറ്റി വരികയാണ്. സോ എന്റെ ലോസ് റിക്കവർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഹൈ ആയിരിക്കും. സോ അവിടെയാണ് ഒരു ബിഗിനർ ട്രേഡറും ഒരു പ്രൊഫഷണൽ ട്രേഡറും തമ്മിലുള്ള, ഞാൻ പ്രൊഫഷണൽ ആണെന്ന് പറയുന്നില്ല, പക്ഷെ കൺസർവേറ്റീവ് ട്രേഡറും തമ്മിലുള്ള ഒരു എന്താണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. തിങ്ക് ചെയ്യുന്നതിൽ ആ എടുക്കുന്ന ഡിസിഷൻസ് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ആ ഒരു ഡിസിഷൻ ഞാൻ എടുത്തില്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് വേറെ ആര് വന്നെടുക്കും? ഇല്ല അല്ലേ. ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ ബിഗിനേഴ്സ് ഈ ഗ്രൂപ്പിനുള്ളിലുള്ള കുറച്ച് പേരുടെ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. ഇതിനുള്ളിൽ നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ സ്വയം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ട്രേഡ് നിങ്ങളെ സ്ക്രൂ ചെയ്തിട്ട് പോകും. സോ SL ഹിറ്റ് ചെയ്യുന്നത് നോർമലാണ്. ട്രേഡിങ്ങിനകത്ത് SL ഹിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നോർമൽ പ്രൊസീജിയർ ആണ്. സോ അതിനെ ഇമോഷണലി എടുക്കുമ്പോഴാണ് നമ്മുടെ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആയി പോകുന്നത്. സോ അതിനെ വിട്ടിട്ട് നമ്മൾ എണീറ്റ് പോവുക എന്നുള്ളത് മാത്രമേ അതിനകത്ത് ചെയ്യുന്നുള്ളൂ. ഓക്കെ, റീ എൻട്രിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. 364 എബോവ് ക്വാണ്ടിറ്റി കുറയ്ക്കേണ്ടി വരും. എന്നിട്ട് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് റീടെസ്റ്റ് ചെയ്യുവാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വീണ്ടും ക്വാണ്ടിറ്റി ബൈ ചെയ്യുക എന്നുള്ളതാണ്. ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് ചെയ്ത് തിരിച്ചു പോവുകയാണെങ്കിൽ. സോ ഗ്രൂപ്പിനകത്ത് ഓൾറെഡി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ട്രേഡിന് ഓൾമോസ്റ്റ് 45 to 50 പോയിന്റ്സിന്റെ മൂവ്മെന്റ് നമ്മൾ ഗ്രാബ് ചെയ്തിട്ടുണ്ട്. പേഴ്സണലി ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഓൾമോസ്റ്റ് ഐ തിങ്ക് അറൌണ്ട് ഇന്നത്തെ ദിവസം
200 പോയിന്റ്സിന് മേളിൽ ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോ വിത്ത് മൾട്ടിപ്പിൾ ക്വാണ്ടിറ്റി. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഓക്കെയാണ്. ഞാൻ ഈ പൊസിഷൻ കയ്യിലെടുക്കാത്തതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ആ പ്രോഫിറ്റിനെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ലോസ് എടുക്കേണ്ട, ഇല്ലെങ്കിൽ ഒരു അനാവശ്യമായ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇത് നിങ്ങൾക്ക് വിട്ടു, നല്ലൊരു ട്രേഡ് കണ്ടപ്പോൾ നിങ്ങൾ എടുത്തോട്ടെ എന്ന് വിചാരിച്ച് അവിടെ വിടുന്നതാണ്. ഓക്കെ, അത് വീണ്ടും മൂവ് ചെയ്യും. നിങ്ങളുടെ ടാർഗറ്റ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ എനിക്ക് ഒരിക്കൽ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഞാൻ ലൈവില് നിന്നിട്ട് ഒരു ട്രേഡ് എടുത്തു. ആ ട്രേഡിന് ഞാനൊരു SL കീപ്പ് ചെയ്തു. ഞാൻ അപ്പുറത്ത് പോയിട്ട് ട്രിഗറിങ് ടാർഗറ്റ് ആണ്, ട്രിഗറിങ് SL ആണ് വെച്ചിരുന്നത്. ട്രിഗർ ചെയ്തു. എന്താണ്, ഞാനിപ്പോ ഇവിടെ ഒരു ടാർഗറ്റ് ഇപ്പൊ സെറ്റ് ചെയ്യാണ്, 312 എന്നൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ നമ്പറിൽ എത്തുമ്പോൾ എന്നെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈവിൽ നിൽക്കുമ്പോൾ ഇത് 312 ഹിറ്റ് ചെയ്തു. ഓക്കെ, അവിടെ ഒരു 20 പോയിന്റ് SL ആയിരുന്നു. 332 എങ്ങാണ്ട് ഞാൻ മേടിച്ച ഒരു സ്റ്റോക്ക്. എക്സാമ്പിൾ പറയാണ്, അത്യാവശ്യം ഒരു ചെറിയൊരു ബഫറിങ് ഇട്ട് ഞാൻ അതിനെ ഒഴിവാക്കി. എനിക്ക് അതിൽ കൂടിപ്പോയൊരു 3 ലോട്ട് ഓർ 2 ലോട്ട് എന്തോ ആണ് ഞാൻ അവിടെ ലൈവ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ആ പൊസിഷൻ കീപ്പ് ചെയ്തത്. ഐ തിങ്ക് ഇൻ ബാച്ച് 4 or 5, ഐ തിങ്ക് അഫ്സലിന്റെ ബാച്ചിലാണോ അതോ പ്രസാദേട്ടന്റെ ബാച്ചിലാണെന്ന് ഓർമ്മയില്ല. അപ്പോ SL ഹിറ്റ് ചെയ്തു. ഞാൻ SL ഹിറ്റ് ചെയ്തല്ലോ, എനിക്കൊരു മെസ്സേജ് വരികയും ചെയ്തു. അപ്പോൾ ഞാൻ മെസ്സേജ് ശ്രദ്ധിക്കുന്നില്ല, SL വന്നല്ലോ, ഞാൻ ഒഴിവായല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോയി. ആക്ച്വലി മാർക്കറ്റ് വേറൊരു ട്രെൻഡിലേക്ക് പോയതാണ്. ഒരു ട്രെൻഡ് റിവേഴ്സൽ ട്രേഡ് നോക്കി അതില് ട്രേഡ് കിട്ടിയില്ല, അത് താഴേക്ക് പോയി. അപ്പോൾ ഈ 300 അന്നേ ദിവസം ലൈവ് തീരുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഞാൻ അവർക്ക് വീണ്ടും ട്രേഡ് പറഞ്ഞു കൊടുക്കും. അപ്പർ സൈഡിലത്തെ ട്രേഡൊക്കെ ഞാൻ അങ്ങനെ പഠിപ്പിച്ചു പോവാണ്. പൊസിഷൻ എടുത്തില്ല, ഓൾറെഡി SL ഹിറ്റ് ചെയ്താണല്ലോ, ഞാൻ എടുക്കേണ്ടത് പറഞ്ഞു, അത് മാറ്റി വെച്ചു. അതേ സാധനം തിരിച്ച് ഇത് 180 റുപ്പീസിലേക്ക് പോയി. ഓക്കെ, നമുക്ക് പ്രശ്നമില്ല, SL അടിച്ചല്ലോ, നമ്മൾ വിട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരിക്കുവാണ്. തിരിച്ചു പോയി അന്നത്തെ ദിവസം പൊസിഷൻ നോക്കുമ്പോൾ അത്യാവശ്യം ഒരു 5K അറൗണ്ട് പ്രോഫിറ്റിൽ നിന്ന ട്രേഡ് 5K അറൗണ്ട് ലോസിൽ നിൽക്കുന്നുണ്ടായിരുന്നു. സോ നമ്മൾ വിചാരിക്കും പ്രോഫിറ്റിൽ നിന്ന് 5K അല്ലേ പോയുള്ളൂ എന്നുള്ളത്, പ്രോഫിറ്റിന്റെ പുറത്ത്. അങ്ങനെയല്ല, ഓൾറെഡി അതൊരു 5K മേളിൽ 5K റേഞ്ചിന്റെ അടുത്തായിരുന്നു, ടാർഗറ്റ് എത്തിയിട്ടില്ലായിരുന്നു. 3.5 to 4K അടുത്ത് നിന്നത്, ഒരൊറ്റ പൊസിഷൻ കയ്യിൽ നിന്നത് കാരണം ഏകദേശം 9K ലോസ് വന്നു. 9K ഒന്നും എനിക്ക് ഒരിക്കലും ഞാൻ ഒരു ലോസ് കീപ്പ് ചെയ്യാത്ത ഒരു പൊസിഷനാണ്. സോ അന്ന് ഞാൻ തീരുമാനിച്ചാണ് പൊസിഷൻ ലൈവിൽ നിൽക്കുമ്പോൾ ഞാനായിട്ട് പേഴ്സണലി എടുക്കത്തില്ല, നേരത്തെ ഇരിക്കുന്ന പൊസിഷനെ ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട്. സോ റീസൺ എന്തുകൊണ്ടാണ് ഞാൻ ഈ ലൈവിൽ വന്നിട്ട് എടുക്കാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതിന്റെ മേളിലുള്ള വിശ്വാസക്കുറവല്ല. ട്രേഡിന് എപ്പോഴും വിശ്വാസം, ഒരു മീഡിയം വിശ്വാസം എന്തായാലും ഉണ്ടാവും. ഒരു വിന്നിംഗ് പ്രോബിലിറ്റി അറൌണ്ട് 75 കാണും. എന്നാൽ അവിടെ എടുത്തു വെക്കുമ്പോൾ നമ്മൾ അറിയാണ്ടുള്ള എറർ, നമ്മൾ ഇവിടെ നിങ്ങളെ ശ്രദ്ധിക്കുന്ന സമയത്ത്, ഞാൻ പേഴ്സണലി നിങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ ഇല്ലെങ്കിൽ ട്രേഡിന്റെ ക്വാളിറ്റി പഠിപ്പിച്ചു തരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ P&L അവിടെ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും. ഇന്ന് എടുത്തു വെച്ചിരിക്കുന്ന പ്രോഫിറ്റ് ചിലപ്പോൾ ആ ഒരൊറ്റ ട്രേഡിൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് മിസ്സായി പോവാം. ഒരിക്കൽ ജീവിതത്തിൽ പറ്റിയൊരു തെറ്റാണ്, ഇനി അങ്ങനെ ഒരു തെറ്റ് എടുക്കില്ല എന്നുള്ളത് ഒരു വാശിയുടെ പുറത്ത് നിൽക്കുന്നതാണ്. സോ ആ ഒരു വാശിയും ഡിസിപ്ലിനും ഒക്കെയാണ് നമ്മുടെ ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കുന്നത്. ഫൈൻ. അപ്പോ ഇത് ബ്രേക്ക് ഔട്ട് ആയി റീടെസ്റ്റ് ചെയ്യുന്നെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ഉള്ളിൽ പൊസിഷൻ എടുക്കാന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി ആദ്യത്തെ ട്രേഡ് ഫുള്ള് സിയിൽ മാത്രമേ എടുത്തുള്ളൂ. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓൾമോസ്റ്റ് ആ ട്രേഡിന്റെ ഡബിൾ കിട്ടിയിട്ടുണ്ട്. എന്നാൽ പോലും ഞാൻ പൊസിഷൻ എടുത്തിട്ടില്ല, കുഴപ്പമില്ല. ഞാൻ പ്രോഫിറ്റിൽ ഞാൻ ഇപ്പോൾ ഓക്കെ ആണ്. അടുത്തൊരു ട്രേഡ് കിട്ടുവാണെങ്കിൽ പോവാം. ലൈവിൽ നിൽക്കുമ്പോൾ അത് മിസ്സായി, എന്റെ ആ ഒരു ട്രേഡ് മിസ്സായി. ദാറ്റ്സ് ഓക്കെ. ഇന്നത്തെ ഒരു ദിവസം ഞാൻ അത് വിടുവാണ്. നാളെ ചിലപ്പോൾ ലൈവ് കാണത്തില്ല. നാളെ ഇങ്ങനെ ഒരു മൊമെന്റ് കിട്ടണമെന്നും ഇല്ല. ദാറ്റ്സ് ഓക്കെ. ഓക്കെ, സെക്കൻഡ് ട്രേഡിന്റെ ലൈന് കൂടെ ഞാൻ വരച്ചിട്ടേക്കാം. നമ്മൾ ഉദ്ദേശിച്ചത് 24 to 32 ആണ്. ഓക്കെ, ഞാൻ ഒരു 30 ഇടാം. 32 ഓൾറെഡി ഇറ്റ്സ് റണ്ണിങ് അപ് ടു 440. കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ വിട്ടേക്കാം. ഓക്കെ, ഈ ക്യാൻഡലിലെ ലോ ഇപ്പോൾ ഈ പറയുമ്പോൾ നമ്മൾ വിചാരിക്കാം ഈ ഒരു ട്രേഡിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഫുൾ പൊസിഷൻ ഹോൾഡ് ചെയ്യും എന്നുള്ളത്. ഇല്ല, ഞാൻ പേഴ്സണലി 400 റേഞ്ചിൽ എത്തുമ്പോൾ ഞാൻ എൻ്റെ പൊസിഷൻസിന്റെ 50% കൊടുക്കാറുണ്ട്. 440 എത്തുമ്പോൾ ബാക്കി പൊസിഷൻസ് കൊടുക്കാറുണ്ട്. സോ എപ്പോഴും നിങ്ങൾ കാണാറുണ്ട് ഞാൻ എടുക്കുന്ന പൊസിഷന്റെ പലയിടത്തായിരിക്കും സെല്ലിങ് നടക്കുക. സോ ബ്രോക്കറേജ് കൊടുക്കുന്ന, പ്രോഫിറ്റിൽ നിന്ന് ബ്രോക്കറേജ് കൊടുക്കുന്നത് എനിക്ക് ഓക്കെ ആണ്. ലോസിൽ നിന്ന് ബ്രോക്കറേജ് കൂട്ടാറില്ല. ഓവർ ട്രേഡ് ചെയ്ത് നമ്പർ ഓഫ് ട്രേഡ്സ് കൂട്ടാറില്ല. പ്രോഫിറ്റിലുള്ള ട്രേഡിന് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. സോ ആ അഡ്ജസ്റ്റ്മെന്റ് ബ്രോക്കറേജ് പ്രോഫിറ്റിൽ നിന്ന് കുറയും, ദാറ്റ്സ് ഓക്കെ. പ്രോഫിറ്റിൽ നിന്ന് കുറയുന്ന ഏതൊരു എമൗണ്ടും എനിക്ക് ഓക്കെയാണ്. സോ ഫസ്റ്റ് ടാർഗറ്റ് ഓൾമോസ്റ്റ്
ഓക്കെ, ഇതിലെ ഫസ്റ്റ് ടാർജറ്റ് ഓൾമോസ്റ്റ് അത് ഓൾറെഡി ഹിറ്റാണ്. 100 റേഞ്ച് ഉണ്ട്. 180 നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ക്വാണ്ടിറ്റിക്ക് നമുക്ക് വിടായിരുന്നു. ഓക്കെ, അത് കയറി ഓൾമോസ്റ്റ്, അതായത് ഈ പറഞ്ഞ 388 to 400 എന്നുള്ള ഒരു ഏരിയയിൽ, അതായത് ഈ ആദ്യം സ്പൈക്ക് ചെയ്ത അതേ നമ്പർ 400 to 388. ഫസ്റ്റ് ആദ്യത്തെ ടാർജറ്റ് നമ്മുടെ ഹിറ്റ് ചെയ്ത് 350 ആയിരുന്നു. സെക്കൻഡ് ടാർജറ്റ് ഓൾമോസ്റ്റ് 400 ആയിരുന്നു. അടുത്തത് 450 എന്നുള്ളതിന് പകരം 440 തേർഡ് ടാർജറ്റിലേക്ക് വന്നാൽ ഇനി ഇതിന്റെ അടുത്ത മൂവ്മെന്റ് തേർഡ് ടാർജറ്റിലേക്ക് ആയിരിക്കാം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനിയുണ്ട് അതിനകത്ത്. വീണ്ടും മാർക്കറ്റ് വരുവാണെങ്കിൽ നല്ല ട്രേഡ്സ് ഇനിയും കിട്ടിയേക്കാം. ദാറ്റ്സ് ഓക്കെ. മാർക്കറ്റിനകത്ത് എടുത്ത പൊസിഷൻ കംപ്ലീറ്റ്ലി കീപ്പ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് സബ്ജക്റ്റീവ് ആണ്. എനിക്ക് മതിയോ എന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കുറച്ച് പൊസിഷൻ കളയണോ എന്ന് ചോദിക്കുമ്പോൾ ടാർജറ്റ് കിട്ടണം എന്ന് നിർബന്ധമില്ല. കുറച്ച് കൊടുക്കാം, എന്നിട്ട് വീണ്ടും ട്രയൽ ചെയ്യാം. സോ ട്രയൽ ചെയ്യുമ്പോൾ പൊസിഷൻ കുറവേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രയൽ ചെയ്ത് വിട്ടോണ്ടേയിരിക്കും. അത് 400 ആണെങ്കിലോ 440 ആണെങ്കിലോ 500 നമ്മൾ പൊസിഷൻ ക്യാരി ഫോർവേഡ് ചെയ്യും. ക്യാരി ഫോർവേഡ് ചെയ്യാതിരിക്കുന്നത് ഫുൾ ക്വാണ്ടിറ്റി കയ്യിലിരിക്കുമ്പോഴാണ്. ഫുൾ ക്വാണ്ടിറ്റിയിലൊക്കെ ഒരു ട്രയലിംഗ് SL ഹിറ്റ് ചെയ്ത് കീപ്പ് ചെയ്തിട്ടൊക്കെ അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ എടുക്കുന്നില്ല ഇപ്പോഴും. ഇത് റീടെസ്റ്റ് ആണ്. റീടെസ്റ്റ് എടുത്തിട്ട് പോട്ടെ, കുഴപ്പമില്ല. ദാറ്റ്സ് ഓക്കെ. ഓക്കെ, അതിലെ സ്കാൽപ്പിംഗ്, ആ റീടെസ്റ്റിന്റെ സ്കാൽപ്പിംഗ് ഓൾമോസ്റ്റ് ഒരു 30 പോയിന്റ്സ് കയറിയിട്ടുണ്ട്. 360 to 383 വരെ പെട്ടെന്ന് അത് പോയി. ആ ഒരു ക്യാൻഡിൽ സ്കാൽപ്പ് ചെയ്യുന്ന ഒരാൾക്കൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് നിന്ന് എത്രയോ ട്രേഡ്സ് കിട്ടാന്നറിയോ. ഈ മൂവ്മെന്റിന്റെ ഇടയിൽ ഓൾമോസ്റ്റ് മേളിലോട്ട് കയറിയ മാർക്കറ്റിനുള്ളിൽ ഒരു 4-5 ട്രേഡ് കിട്ടേണ്ടതാണ്. കുഴപ്പമില്ല. സോ ഫൈൻ, ദാറ്റ്സ് ഓക്കെ. ഇവിടെ വന്ന് ഇത് നിൽക്കുവാണ്. പക്ഷെ ഇത് വീഴാനുള്ള ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത്. ഞാൻ ഇപ്പോഴും റീടെസ്റ്റ് എൻട്രി എടുക്കുന്നില്ല. റീടെസ്റ്റ് വന്നു, തിരിച്ച് റീടെസ്റ്റ് പോയി, തിരിച്ച് വീണ്ടും ചെറിയൊരു കൺസോൾട്ടേഷൻ. ഒരു പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ പ്രീമിയം റോക്കറ്റ് പോലെ പോകണം എന്ന് നിർബന്ധമൊന്നുമില്ല. പ്രീമിയത്തിൻ്റെതായ കൺസോൾട്ടേഷൻ ഉണ്ട്. അതിന് അതിൻ്റെതായ സമയം എടുക്കും. സോ നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യണം. ആ ഒരു സമയം എടുത്ത് അത് മൂവ് ചെയ്യാനുള്ള ഒരു റെസ്പെക്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ എക്സിറ്റ് അടിച്ചു പൊക്കൊണ്ടേയിരിക്കും. സോ കാണുന്നുണ്ടോ മാർക്കറ്റ് വീഴുന്ന ഒരു സെറ്റപ്പിൽ. അപ്പോൾ പ്രീമിയത്തിന് ഒരു കൺസോൾട്ടേഷൻ കൊടുത്തോ, ദാറ്റ്സ് ഓക്കെ. ഒരു ഹറാമി ക്യാൻഡൽ അല്ലേ, ഹറാമി ക്യാൻഡലിന് എന്ത് സംഭവിക്കാൻ പോകുന്നൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു ട്രയലിംഗ് SL ഹിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല. ഇവിടെയൊക്കെ ആയിരിക്കും ട്രയലിംഗ് SL കീപ്പ് ചെയ്യേണ്ടി വരിക. ദാറ്റ്സ് ഓക്കെ. ചിലപ്പോൾ SL അടിച്ചേക്കാം. ട്രയലിംഗ് ആണ്. ട്രയലിംഗ് SL അടിച്ചാൽ പോലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് അടുത്ത പൊസിഷനിൽ നമ്മൾ ഇവിടെ കീപ്പ് ചെയ്യുന്നത്. സോ കുഴപ്പമില്ല എന്നുള്ളൊരു സംഭവം. റീടെസ്റ്റിന് പോകുന്നെന്ന് തോന്നുന്നു, നോക്കാം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞു തന്ന ട്രേഡ്സിന്റെ ഇടയിൽ എവിടെയൊക്കെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തെന്ന് നോക്കിയിട്ട് വരാം. ഇൻഫി ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. HDFC ബാങ്ക് ഇപ്പോഴും സ്റ്റിൽ അതവിടെ നിൽക്കുന്നുണ്ട്. എന്നാലും ചെറിയൊരു പ്രോഫിറ്റിനകത്ത് തന്നെ അത് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത SBI പറഞ്ഞു അല്ലേ. SBI അത്യാവശ്യം 816 to 812 ഫസ്റ്റ് ടാർഗറ്റ്, ഓൾമോസ്റ്റ് ഫസ്റ്റ് ടാർഗറ്റ് 4 പോയിന്റ് ഫസ്റ്റ് ടാർഗറ്റ് വന്നു. എന്നിട്ട് തിരിച്ച് റീടെസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. മാർക്കറ്റ് വീഴുന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റി വീഴുന്നു തുടങ്ങിയിട്ടുള്ളൂ. വീഴുവാണെങ്കിൽ ഇന്ന് ബാങ്ക് നിഫ്റ്റി 1.04 1.12% ഒക്കെ പോയേക്കാം. ഇപ്പൊ നിൽക്കുന്ന 0.5% ആണ്. 1% മേളിൽ വീഴുന്നേക്കാം. സോ ഓൾമോസ്റ്റ് 50,000 ഹിറ്റ് ചെയ്ത് ബൗൺസ് ചെയ്തേക്കാം എന്നുള്ളതൊക്കെയാണ് എന്റെ മനസ്സിനകത്ത്. അറ്റ്ലീസ്റ്റ് ഇവിടെയെങ്കിലും വരേണ്ടതായിരുന്നു. കുഴപ്പമില്ല. ഫസ്റ്റ് ടാർഗറ്റ് എന്തായാലും അടിച്ചിട്ടുണ്ട്, സെക്കൻഡ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, തേർഡ് ടാർഗറ്റ് കിട്ടിയില്ല എന്നുള്ളതേ ഉള്ളൂ. ദാറ്റ്സ് ഓക്കെ, ഫൈൻ. ഓക്കെ, ഞാനപ്പോ ലൈവ് ഇത്രയും സമയം കയറിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോ ഇന്നത്തെ സെഷൻ ഓക്കെ. എന്നാൽ നിങ്ങൾ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് ഇവിടെ നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം. ഓക്കെ, ലൈവിൽ വന്ന എല്ലാവരും അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഇനി എന്റെ ട്രയലിംഗ് SL വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ബുക്ക് ചെയ്തതിന്റെ സെക്കൻഡ് ഇനി കുറച്ച് ക്വാണ്ടിറ്റി ബാക്കി ഉണ്ടെങ്കിൽ ഇവിടെ അതിന്റെ 356 ഒക്കെ ആയപ്പോഴേക്കും എന്റെ സെക്കൻഡ് ടാർഗറ്റിന്റെ അവസാനം കയ്യിലിരിക്കുന്ന പൊസിഷന്റെ ട്രയലിംഗ് SL ഹിറ്റായി പോയിട്ടുണ്ട്. കുഴപ്പമില്ല. ഹിറ്റായി പോകുമ്പോൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ തിരിച്ച് മേടിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ മേളിലോട്ട് പോകുമ്പോൾ ഞാൻ അടുത്തൊരു ബ്രേക്ക് ഔട്ട് കാണുമ്പോൾ 374 മേളിലോ ഇല്ലെങ്കിൽ 400 അബോവോ ട്രേഡ് ചെയ്യും. സോ അത് ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു സാധനമാണ്. മാർക്കറ്റിൽ ആ ഒരു മാർക്കറ്റിന്റെ മോഷൻ മനസ്സിലാകുക എന്നുള്ളത്. ഇത് വന്നു, റീടെസ്റ്റ് ചെയ്യാൻ പോകുന്നു, പോയിട്ട് വരട്ടെ. റീടെസ്റ്റ് ചെയ്തിട്ട് ഇനി വീഴുവാണെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിൽ പൊസിഷൻ എടുക്കാം. അത്യാവശ്യം
കുഴപ്പമില്ലാത്ത ബൈയിങ് പ്രൈസിലോട്ട് വീണ്ടും വന്നിട്ടുണ്ട്, കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഞാൻ വേറെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളല്ല, അവര് ട്രേഡിംഗ് പൊസിഷൻസ് പറയുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ നമുക്കും സുഹൃത്തുക്കളാണ്. അപ്പൊ അവരൊക്കെ പിയുടെ ട്രിഗറിങ്, അതായത് റീ എൻട്രിയുടെ ട്രിഗറിങ് ആണ് അവിടെ പറയുന്നത്. ഓക്കെ, ഞാൻ പേഴ്സണലി എടുക്കാറില്ല, വേറൊരാളുടെ ട്രേഡ്സ് ഞാൻ കോപ്പി ചെയ്യാറില്ല. സോ എന്താണോ നമ്മൾ ഈ വരച്ചു വെച്ചിരിക്കുന്ന ഇത് എത്രത്തോളം നിങ്ങൾക്ക് ആ ഇതിനുള്ളിൽ ഒരു മെസ്സേജിന്റെ ടോൺ കേട്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഒരു മെസ്സേജിന്റെ ടോൺ വന്നിട്ടുണ്ട്, മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യുന്നു, പിയുടെ എൻട്രിക്ക് ക്വാണ്ടിറ്റി ആഡ് ചെയ്യാനായിരിക്കും അവരവിടെ പറഞ്ഞിരിക്കുക. സെയിം സാധനമല്ലേ നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇതാണ് അനാലിസിസ് സേഫ് ആയിട്ട് ചെയ്യാന്നുള്ളത്. അവിടെ എന്റെ എൻട്രി ട്രിഗർ ചെയ്തിട്ടുണ്ട് 335 ബിലോ എന്നുള്ളതാണ് അവിടുത്തെ എൻട്രി ട്രിഗർ വന്നിരിക്കുക. എന്റെ കാൽക്കുലേഷൻ, അതായത് വേറൊരു പ്രൊഫഷണൽ ട്രേഡറിന്റെ മൈൻഡ് സെറ്റ് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് അവർക്ക് മുന്നേ ഞാൻ പറഞ്ഞു അല്ലേ, കാരണം നിങ്ങൾ ലൈവിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ പറയുന്നതാണ് റീടെസ്റ്റ് എൻട്രി പ്രൈസ് എന്നുള്ള ഒരു സംഭവം. അതിനൊരു ചെറിയ എസ് കീപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ നമ്മൾ പോകേണ്ടി വരും. സോ നോക്കിക്കോളെ, ഇതും മൂന്നാമത്തെ ട്രേഡ്. പക്ഷെ ഒരു റീ എൻട്രി ആയതുകൊണ്ട് തന്നെ ഒരു റിസ്കി ഫാക്ടർ ഉണ്ട്. പല ട്രേഡ്സിനും പല റിസ്കി ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഒരു റിസ്കി ഫാക്ടർ ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഈ ട്രേഡിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. ഞാൻ പേഴ്സണലി എടുക്കുന്ന നമ്പർ 335 332 റേഞ്ചിലൊക്കെ ആയിരിക്കും അതിന്റെ ഒരു ട്രേഡ്. പക്ഷെ ഇപ്രാവശ്യം ക്വാണ്ടിറ്റി കുറവായിരിക്കും, റീടെസ്റ്റ് ചെയ്ത് ഇനി അടുത്തൊരു മൊമെന്റം വന്നിട്ട് ഞാൻ അവിടെ വീണ്ടും ക്വാണ്ടിറ്റി ആഡ് ചെയ്യും. സോ അത് ട്രിഗർ ചെയ്ത് കയറിയിട്ടുണ്ട്. സോ ഞാൻ ലൈവിന് ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞൊരു ട്രേഡ് 316 സംതിങ്, ഐ തിങ്ക് 316 to 400 ടച്ച് ചെയ്തില്ല, 398 വരെ, 97, ഓക്കെ 396, ഓക്കെ ഓൾമോസ്റ്റ് ഒരു 80-90 പോയിന്റ്സിന്റെ ഒരു മൂവ്മെന്റ് നമുക്ക് അവിടെ കിട്ടി. സന്തോഷം. റീടെസ്റ്റ് വീഴുന്നു, കാണുന്നുണ്ടോ? 333 to 335 പോകുന്ന കാണുന്നു. 360 പ്ലസ്, ഓക്കെ അല്ല 360 ഓൾമോസ്റ്റ്. സ്കാൽപ്പറിന്റെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ലേ? 333 to 360. നിങ്ങൾക്ക് ഞാൻ എന്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു 30-40 പോയിന്റിന്റെ ഒക്കെ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിനെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. മാർക്കറ്റിൽ മനസ്സിലാവാത്തതുകൊണ്ട് എക്സിറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. മാർക്കറ്റ് മനസ്സിലാക്കുമ്പോഴും നമ്മൾ അവിടെ എക്സിറ്റ് ചെയ്യാം, തിരിച്ച് വീണ്ടും ഇതിനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകാം. സോ ട്രേഡിങ് ഈസി ആണെന്ന് പറയുന്നില്ല, പക്ഷെ ട്രേഡിങ് മനസ്സിലാക്കാൻ പറ്റും, കുറച്ച് സമയം എടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. മാർക്കറ്റ് ഇനിയും കുറേ ട്രേഡ്സ് ഉണ്ട്, എന്റെ ട്രേഡ്സ് ഇങ്ങനെ മിസ്സായിക്കൊണ്ടേ ഇരിക്കുവാണ്. സോ എന്റെ ഡെയിലി ടാർഗറ്റ് ഹിറ്റ് ചെയ്യേണ്ട ടൈം കഴിഞ്ഞു, 10 o'clock. അതിന് മുന്നേ തന്നെ ഓൾമോസ്റ്റ് ഇതിൽ ഏതെങ്കിലും ഒരു സിഇ കൂടെ എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഡെയിലി ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് തരാം. ദാറ്റ്സ് ഓക്കെ. ഇനിയും ഒരു 1-2 മണിക്കൂറുണ്ട്, വേണമെങ്കിൽ ഞാൻ ആ ട്രേഡ് എടുക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ കിട്ടിയ പ്രോഫിറ്റ് ഞാൻ അവിടെ കീപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ. ഫൈൻ. ട്രേഡ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഒന്നുമില്ല. മാർക്കറ്റ് വീഴുന്നു, റീടെസ്റ്റ് ചെയ്തു, തിരിച്ച് വീണ്ടും വീഴുന്നു, റീടെസ്റ്റ് ചെയ്തു, തിരിച്ച് വീണ്ടും വീഴുന്നു. സോ ഇതൊക്കെ അനാലിസിസ് ആണ്, ഇങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. സോ നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. റീടെസ്റ്റ് ചെയ്തു, തിരിച്ച് വീണ്ടും ഈ ലൈൻ, നമ്മുടെ ടാർഗറ്റ് എന്തായിരുന്നു 50-100 എന്നുള്ള ടാർഗറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം വീഴാം, 960-950 റേഞ്ചിലേക്കൊക്കെ ഇനിയും വീഴാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കാം, ഞാൻ അയച്ചു തരാം പിന്നീട് വേണമെങ്കിൽ. സോ ഈ പ്രീമിയം തൽക്കാലം വിടാതെ ട്രേഡ് ചെയ്യുക, ഈ പ്രീമിയത്തിനകത്തായിരിക്കണം ട്രേഡ് ചെയ്യാനുള്ളത്. ഇതിനനുബന്ധമായിട്ട് ഇൻട്രാഡേയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഒരു സെക്കൻഡ്, ജിജോ ഒക്കെ ഇപ്പോഴും ലൈവിൽ നിൽക്കുകയാണ്, ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ജിജോ, എനിക്ക് പറയാനുള്ളത്, ഇതിനുള്ളിൽ ഇൻട്രാഡേ ചെയ്യുന്ന ആരാണെങ്കിലും ഈ HDFC ബാങ്ക് ഓൾറെഡി വന്ന് നിൽക്കുകയാണ്, വീഴുന്നില്ല, മാക്സിമം പിടിച്ചിരിക്കുന്നുണ്ട്. 50ക്ക് താഴെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ചെയ്യാം, കൊഡാക്ക് 60ന്റെ താഴെ വേണമെങ്കിൽ ഷോർട്ട് ചെയ്യാം. ബാക്കി SBI ഒക്കെ ഓൾറെഡി അത് താഴെ തന്നെയാണ് നിൽക്കുന്നത്, 816ന്റെ താഴെ ഓൾറെഡി അത് ഷോർട്ടിംഗ് പൊസിഷനിലാണ്. പിന്നെ നോക്കാം, നമുക്ക് ഒന്ന് കൺഫർമേഷൻ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇത് താഴെ വന്ന് ഈ ഒരു ഏരിയയിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഇൻട്രാഡേ ട്രേഡിന്റെ എൻട്രി ട്രിഗറിങ് ഫോർ സ്കാൽപ്പിംഗ് ഓൺ ഓപ്ഷൻസ് ഓർ ബാങ്ക് നിഫ്റ്റി ഇൻട്രാഡേ എന്ന് പറയുന്ന എന്ത് സാധനത്തിലാണെങ്കിലും ഈ ഒരു ലെവലിലെ താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഓൾറെഡി വീക്കായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ട്രേഡ് ചെയ്യാം. ഇതിപ്പോ ഈ ഒരു ചെറിയൊരു മൂവ്മെന്റ് ഒക്കെ റീസണൊക്കെ ഇവിടെ അദാനിയൊക്കെ കാണുന്നുണ്ട് കയറി പോകുന്ന ഒരു 3-4 ക്യാൻഡിലായിട്ട്. സോ അതിന്റെ റീസൺ ആയിട്ട് ബൗൺസ് ചെയ്യുന്ന കാണുന്നുണ്ടോ?
അതായത് മാർക്കറ്റ് തൽക്കാലം ഇന്നത്തെ ദിവസം മാത്രം അദാനിയുടെ ചാർട്ടുമായിട്ട് ചെറിയൊരു സാമ്യത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് അവിടെ സംഭവിക്കുന്നത്. ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി ഒരു 4-5 മോണിറ്റർ ഇരിപ്പുണ്ട്. ഇതിനകത്ത് ഇന്നത്തെ മാർക്കറ്റ് വോളറ്റൈലിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന അദാനിയുടെ സ്റ്റോക്ക് ഞാൻ എടുത്തിട്ടുണ്ടാവും. സോ അദാനിയുടെ സ്റ്റോക്ക് കയറുമ്പോൾ ഞാൻ പൊസിഷൻ ലൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അദാനിയുടെ സ്റ്റോക്ക് വീഴുമ്പോൾ ഞാൻ എൻ്റെ പൊസിഷൻ എമൗണ്ട് കൂട്ടിക്കൊണ്ടിരിക്കും. സോ ഞാൻ ഒരുപാട് കാര്യം ഇന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഈ ഒരു സ്കാൽപ്പിംഗ് ടാർഗറ്റ് ബുക്ക് ചെയ്യാത്ത ഒരു വ്യക്തിക്ക് തിരിച്ചിത് 84 അവിടെ നിന്ന് എങ്ങാണ്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് 333 നിന്ന് 84 എന്ന് പറയുമ്പോൾ 51 പോയിന്റിന്റെ മൂവ്മെന്റ് കിട്ടിയിട്ടും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് പാർഷ്യലി ബുക്ക് ചെയ്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ രണ്ടാമത്തെ പൊസിഷന്റെ ട്രailing SL ഹിറ്റ് ചെയ്ത് അവിടെ നമ്മൾ എക്സിറ്റ് ആയി പോകും. എപ്പോഴും പ്രോഫിറ്റിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ്. ട്രേഡിങ്ങിനകത്ത് കോൺഫിഡൻസ് ഉണ്ടാക്കുന്നത് എല്ലാ ദിവസവും മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ P&L ഗ്രീൻ ആണല്ലോ എന്നുള്ളൊരു വിശ്വാസമാണ്. ആ ഒരു വിശ്വാസം നമുക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് തരും. ആ കോൺഫിഡൻസിന് പെട്ടെന്നൊന്നും ആർക്ക് ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇഫ് യു ഹാവ് പ്രോപ്പർ പൊസിഷൻ സൈസിങ് ആൻഡ് റിസ്ക് റിവാർഡ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, യൂസ്ഫുൾ ആയിക്കൊണ്ട് പോട്ടെ എന്നുള്ളൊരു വിശ്വാസമാണ്. ഒരു മനുഷ്യനും നമ്മുടെ ഗ്രൂപ്പിനകത്ത് നിന്നിട്ട് നോളജ് കുറഞ്ഞു പോയെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. നോളജ് കിട്ടട്ടെ, പക്ഷെ ഇത് എക്സ്ട്രീംലി കൃത്യമായിട്ട് നന്നായിട്ട് ഇരുന്നത് പഠിച്ച്, ഇത് ഞാൻ ഒരു ഐസ്ബർഗിന്റെ ഏറ്റവും ലോസ്റ്റ് ടിപ്പാണ് ഞാൻ അവിടെ പറയുന്നത്. ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെങ്കിൽ, ഇത് നിങ്ങളുടെ സോൾ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ എങ്കിൽ മാത്രമേ ഇതൊരു കരിയർ ആക്കാൻ പറ്റത്തുള്ളൂ. ആ സോൾ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ജെന്യൂൻ ആയിട്ട് ഇരുന്ന് പഠിക്കണം. സ്വന്തമായിട്ട് പഠിക്കണമെങ്കിൽ ഒരു 1 to 2 years നമുക്കിത് വേണ്ടി വരും. ഇല്ല, നമ്മൾ അവിടെ ബാച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇത്രയും പറഞ്ഞതിന് ഞാനൊരു സെഷന്റെ കാര്യം കൂടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് വരാൻ പറ്റുന്ന, ഫിനാൻഷ്യലി നിങ്ങൾക്ക് വന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ബാച്ചിനുള്ളിൽ ഇരുന്ന് പഠിച്ചിട്ട് പോവാം. ഒരു 5 ദിവസത്തെ മാക്സിമം, ഒരു ബിഗിനറിനെ ആണെങ്കിൽ ഒരു മാസത്തെ പ്രോഫിറ്റ് പോലും ഇല്ല. ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഒരു ദിവസത്തെ ഇല്ലെങ്കിൽ മാക്സിമം 2 ദിവസത്തെ പ്രോഫിറ്റിന്റെ എമൗണ്ടേ ഉള്ളൂ ഫീ എന്ന് പറയുന്നത്. എന്നിട്ടും നമ്മൾ വിചാരിക്കുന്ന അതൊരു വലിയൊരു എമൗണ്ട് അല്ലേ എന്നുള്ളത്. പക്ഷെ തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ കരിയറിനുള്ളിൽ നമ്മൾ 50K ഇല്ലെങ്കിൽ 1 ലക്ഷം രൂപയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ടുണ്ടാവും. അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരമാണ് നന്നായിട്ട് പഠിക്കുക എന്നുള്ളത്. സ്വയം പഠിക്കാം, ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും, ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ മണി വെച്ചിട്ട് പഠിക്കാം. സോ ഹയർ അനദർ വൺസ് ബ്രെയിൻ. അതിന് നിങ്ങൾ കാശ് കൊടുക്കേണ്ടി വരും. വേറൊരാളുടെ സമയത്തിന് നിങ്ങൾ മേടിക്കുമ്പോൾ, അയാളുടെ എഫേർട്ടിനെ നിങ്ങൾ കടം മേടിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് അതിന്റെ ഒരു പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. പക്ഷെ ആ ഒരു പേയ്മെന്റ് നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ അവിടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗ്രൂപ്പിനകത്ത് അത്യാവശ്യം നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടുതലായിട്ടുള്ളത്. നമ്മുടെ ഗ്രൂപ്പ് 1600 പേരുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 200 മെമ്പേഴ്സ്. ഐ തിങ്ക് അറൌണ്ട് 1/8 ആണ് നമ്മുടെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. സോ ഫീ കുറച്ച് വെച്ചിരിക്കുന്നു, കമ്പാരിറ്റബിളി ടു അതേഴ്സ് ഫീ കുറച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അത് വർക്കൗട്ട് ആകുന്നുണ്ട്. അവരും പഠിക്കുന്നുണ്ട്, അവർക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ പഠിച്ചു തീരുമ്പോഴല്ല ഒരു ട്രേഡർ ആകുന്നത്. ആ പഠിച്ചത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രായോഗികത്തിൽ വർക്ക് ചെയ്ത് P&L വരാൻ ഒരു 6 മാസം to 1 year നമുക്ക് വേണ്ടി വരും. അതുവരെ ക്ഷമയോടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പഠിക്കാൻ 20 പേര് വരുമായിരിക്കാം, പക്ഷെ ഈ ക്ഷമയോടെ ഒരു വർഷത്തേക്ക് ഇതൊരു വ്രതമായിട്ട് എടുക്കുന്നത്. അത് നിങ്ങളുടെ ജോലി അവിടെ ഉണ്ടാവാം, പക്ഷെ വന്നിരിക്കുന്ന സമയം ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിന് ശേഷം നിങ്ങൾ എന്തായാലും പ്രോഫിറ്റബിലിറ്റിയിലായിരിക്കും. സോ നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിലാണ്. ആക്ച്വലി ഞാൻ പഠിപ്പിക്കുന്നത് ഒരു നോളജ് തരുന്നതാണ്. ആ നോളജ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങളുടെ P&L ഗ്രീൻ കളറാണ് അതിന്റെ റിവാർഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും അത് റിവാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ P&L ആണ് എന്നുള്ളതാണ്. ഫൈൻ. അപ്പോൾ കാര്യങ്ങൾ നടക്കട്ടെ. പറ്റുന്നവരാണെങ്കിൽ വന്ന് പഠിക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കുക. പക്ഷെ ഒരു 1 to 2 years നിങ്ങൾ ഇതിനകത്ത് നിന്ന് പ്രോഫിറ്റബിലിറ്റി ആയിരിക്കരുത് നോക്കരുത്, ക്വാളിറ്റി ഓഫ് ട്രേഡ് ആയിരിക്കണം നിങ്ങൾ അവിടെ നോക്കാനുള്ളത്. സോ അത്യാവശ്യം ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഞാനും കുറച്ച് എക്സോസ്റ്റഡ് ആകുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നു, ഫ്രീക്വന്റ് ആയിട്ട് സംസാരിക്കുന്നു. എന്റെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് തീർത്തിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് സ്പീഡിൽ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ എക്സോസ്റ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, തിരിച്ച് സപ്പോർട്ടിൽ നിന്ന് നിഫ്റ്റി ബൗൺസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി തിരിച്ച് ഒരു മിനിറ്റ്, ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇവിടേക്ക് വരാം. ബാങ്ക് നിഫ്റ്റി നമ്മൾ ഇവിടെ ഇട്ടിരുന്നു അല്ലേ. സോ ബാങ്ക് നിഫ്റ്റി
ലൈറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അത്യാവശ്യം അതിൻ്റെ അകത്ത് 100 പോയിന്റ് അല്ലെങ്കിൽ ഒരു 80 പോയിന്റ് 90 പോയിന്റ് കിട്ടിയിട്ട് നമ്മൾ അതിനെ നമ്മൾ അതിന്റെ ട്രയലിംഗ് എസ് എൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ആ 90 പോയിന്റും ഇപ്പോൾ നമുക്ക് ഒന്നും ഇല്ലാതായി പോകും. എന്തുകൊണ്ടാണ് ഞാൻ ആ പൊസിഷനിൽ എപ്പോഴും പ്രോഫിറ്റ് ബുക്ക് തിരിച്ച് വീണ്ടും എൻട്രി എടുക്കുക എന്ന് പറയുന്നത്? സ്കാൽപ്പർ പ്രോഫിറ്റിൽ എന്നും ജീവിക്കുന്നു എന്നും ഞാൻ പറയുന്നില്ല, വല്ലപ്പോഴൊക്കെ നമുക്ക് എസ് എൽ അടിക്കുന്നുണ്ട്. എന്നാലും പ്രോഫിറ്റിൽ നിൽക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മാർക്കറ്റ് തിരിച്ചു പോകുന്നു, ഓക്കെ, ദാറ്റ്സ് ഓക്കെ. പോകുന്നെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ട്രേഡ് എടുക്കാം. ഇപ്പൊ വെളിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സി എടുക്കാമല്ലോ. സോ ഒരേ ട്രേഡിൽ കയ്യിൽ തന്നെ വെച്ചിരിക്കുന്ന ഒരാൾക്ക് ഇൻട്രാഡേ ട്രേഡറിന്, ഓപ്ഷനിൽ ഇൻട്രാഡേ ട്രേഡറിന് അതുകൊണ്ട് അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല എന്നുള്ളതിന്റെ റീസൺ ഇതാണ്. മൂവ്മെന്റ് കാണുന്നുണ്ട്, ഒരു സ്വിംഗ് മൂവ്മെന്റ് ആണ്. ഇങ്ങനെ വന്ന് ഇനി അടുത്ത് തിരിച്ച് ഈ ഒരു ലൈനിൽ, ഓക്കെ, ഈ ഒരു ലൈനിലുമായിട്ട് ഇതിങ്ങനെ സ്വിങ് ചെയ്യുക. സോ അതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് മൂവ്മെന്റ്, ഒരു പ്രീമിയം എപ്പോഴും ഒരു 50-60 പോയിന്റിന്റെ മൂവ്മെന്റേ കിട്ടുന്നുള്ളൂ. 5 ട്രേഡ് എടുത്ത് സ്കാൽപ്പർ അതിനകത്ത് നിന്ന് ടാർജറ്റും ഹിറ്റ് ചെയ്തിട്ട് ഇറങ്ങി പോകും. പക്ഷെ ഒരു ഇൻട്രാഡേ ട്രേഡിന് മനസ്സിന് തൃപ്തിയുള്ള ഒരു P&L കാണാൻ പറ്റാത്തതിന്റെ ഒരു റീസൺ കാരണം ഒരുപാട് ട്രേഡ്സ് കഴിഞ്ഞ ഏതൊക്കെ ദിവസമുണ്ട്, ഈ ദിവസത്തിനകത്തൊക്കെ മാർക്കറ്റ് കണ്ടോ സൈഡ് വേസ് പോകുന്നുണ്ട്. സോ അതിനകത്ത് നിന്ന് ഒരു 100 പോയിന്റ് 120 പോയിന്റ് എടുക്കുന്ന ഇൻട്രാഡേ ട്രേഡറിന് ചിലപ്പോൾ അങ്ങനെ ഒരു ട്രേഡ് കിട്ടണമെന്നില്ല. പക്ഷെ സ്കാൽപ്പറിന് എല്ലാ ദിവസവും 30 പോയിന്റ് 5 ട്രേഡോ 6 ട്രേഡോ ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കും. സോ ശ്രദ്ധിക്കുക, മാർക്കറ്റിൽ നോക്കിയിട്ട് ട്രേഡ് ചെയ്യുക. ഇന്നിപ്പോ ഈ പറഞ്ഞു തന്ന ഏതെങ്കിലും ട്രേഡ് SBI ഒക്കെ തിരിച്ച് വീണ്ടും വരുന്നുണ്ട്, സൈഡ് വേസ് പോയി. മാർക്കറ്റ് സൈഡ് വേസ് ആണ് ഇപ്പോഴത്തെ സമയത്തിൽ, സൈഡ് വേസ്. ഈ പറഞ്ഞ ഇൻട്രാഡേ ട്രേഡറിന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ ഓപ്ഷൻ ദയവേത് ഞാൻ ആരെയും ഓപ്ഷനിലോട്ട് പുള്ളി ചെയ്യുന്നതല്ല, ഞാൻ പറഞ്ഞത് നോളജ് ഉള്ള സ്കാൽപ്പ് ചെയ്യുന്ന ഒരാൾ ലാഭത്തിൽ. ഞാൻ പലപ്പോഴും പ്രോഫിറ്റ്, മാർക്കറ്റ് സൈഡ് വേസ് ആണെങ്കിലും ഗ്രൂപ്പിനകത്ത് ട്രേഡ് കാണിക്കാറുണ്ട്, പ്രോഫിറ്റ് കാണിക്കാറുണ്ട്. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൽപ്പറിന് അതിനകത്ത് പലപ്പോഴും എൻട്രി എക്സിറ്റും ഈസിലി കിട്ടി വെളിയിൽ പോകുന്നുണ്ട്. പക്ഷെ ഒരു മൊമെന്റ് ഫുള്ള് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക്, അത് ഇൻട്രാഡേയിലൊക്കെ നമ്മൾ ഫുള്ളാണ് ക്യാച്ച് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് മാർക്കറ്റ് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. നിങ്ങളുടെ പ്രശ്നമല്ല നിങ്ങളുടെ SL ഹിറ്റ് ചെയ്യുന്നത്, മാർക്കറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പൊ മാർക്കറ്റിനെ പഠിക്കുക, അല്ലാണ്ട് നിങ്ങളുടെ ക്വാളിറ്റിയിൽ നിങ്ങൾ ഡൗട്ട് അടിച്ചിട്ട് കാര്യമില്ല. മാർക്കറ്റ് എന്താണോ എന്നിട്ടും നിങ്ങൾക്ക് SL അടിക്കുന്നെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റിയിൽ മിസ്റ്റേക്ക് ഉണ്ട്. സോ കുറെ കാര്യങ്ങൾ ഞാൻ ഇന്ന് പഠിപ്പിച്ചു തന്നു. ഇത് ഒരു ബാച്ചിന് പഠിപ്പിക്കുന്നതിന്റെ ഒരു ക്ലാസിന്റെ ഒരു പകുതിയേ ഉണ്ടായിട്ടുള്ളൂ. സോ ശ്രമിക്കുക, ഞാൻ പറയുന്ന നോളജ് അതുപോലും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലും മതി നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. ശ്രമിക്കുക, നിങ്ങൾ നന്നായിട്ട് ട്രേഡ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഗ്രൂപ്പിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും. അഫ്സലൊക്കെ അത്യാവശ്യം ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരിൽ ഒരാളാണ്. ഞാൻ ഇന്നലെയൊക്കെ ഏതോ ഒരു വീക്കെൻഡിന്റെ അവസാനത്തിൽ ഇരുന്നിട്ട് അഫ്സൽ ഒരു പാരഗ്രാഫ് ഒക്കെ ടൈപ്പ് ചെയ്തിരുന്ന കണ്ടു. ആരാണ് അവിടെ അങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ കാണാറില്ല. വളരെ റെയറസ്റ്റ് ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ് അത്. ജീവിതത്തിൽ പേ ഓഫ് കിട്ടും. നമ്മൾ ചെയ്യുന്നതിന് അന്ന് പ്രതിഫലം കിട്ടിയില്ലെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിഫലം കിട്ടാതിരിക്കില്ല. കാരണം നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് അത് ചെയ്യുന്നത്. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അത് വേറെ ആരെങ്കിലും വഴി നമുക്ക് കിട്ടും. ഈ ഗ്രൂപ്പിനുള്ളിൽ ആവണമെന്ന് പോലും ഇല്ല. ഏതോ ഒരു കാലത്തിൽ നമുക്ക് അതിന് ഒരു പ്രതിഫലം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സോ കാര്യങ്ങൾ നടക്കട്ടെ, നന്നായിട്ട് ട്രേഡ് ചെയ്യൂ. സോ ഇതിന്റെ പാറ്റേൺ ഞാനിപ്പോ ഓൾമോസ്റ്റ് ഇത് ബ്രേക്ക് ആണ്, എന്നാലും ഞാൻ സോറി എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഫ്ലാഗിലേക്കോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രേഡിലേക്കോ ഞാൻ എന്നെ കീപ്പ് ചെയ്യാം. സോ ഒരു ലോവർ ചാനലിലേക്ക് പോയാലോ? സോ ഓക്കെ, അപ്പൊ ഇതിനെ തൽക്കാലം വിട്ടേക്കുക. ഈ ബാങ്ക് നിഫ്റ്റി തന്നെയാണ് ഞാൻ അപ്പുറത്തിട്ടിരിക്കുന്നത്. ഈ പ്രീമിയത്തിന് തൽക്കാലം വിട്ടേക്കുക. കുറച്ചുകൂടെ പ്രീമിയം പിന്നീട് വരുന്നെങ്കിൽ നമുക്കത് നോക്കാം. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു അനാലിസിസിൽ നിങ്ങൾ ഇനി മാർക്കറ്റിൽ നോക്കുക, ഒരു സൈഡ് വേസ് ഓർ ഒന്നുകിൽ ഇതൊരു ഇങ്ങനെ സ്വിങ് ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സ്വിങ് ചെയ്യാം. ഏതാണെങ്കിലും സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം ഇവിടെ റിക്കവറി വരുന്നുണ്ട്, കാണുന്നുണ്ടോ? ഇതാണ് അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഇന്നത്തെ എന്തുകൊണ്ട് ഇൻട്രാഡേ ട്രേഡർ രക്ഷപ്പെടുന്നു എന്നുള്ള ചോദിച്ചതിന്റെ റീസൺ ആണ് ഇതെന്ന് പറയുന്നത്. ഇവനാണ് ഹെവി വെയിറ്റ്. ഞാൻ ഈ സ്റ്റോക്കിനെ ഞാൻ എന്തായാലും എന്റെ ഒരു സ്ക്രീനിനകത്ത് എടുത്തിട്ടിരിക്കുകയായിരിക്കും. ഹെവി വെയിറ്റ് അല്ല, എന്നാലും ഇവനാണ് ഇന്നത്തെ കൾപ്രിറ്റ് എന്ന് പറയുന്നത്. സോ ഇവന്റെ ചാർട്ടിലുള്ള മൂവ്മെന്റ് എന്റെ ബാങ്ക് നിഫ്റ്റിയിൽ റിഫ്ലക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. സോ ഇത് മാത്രമല്ല, ഇന്ന് അത്യാവശ്യം വേറെ ആൾക്കാരുണ്ട്. HDFC ബാങ്ക് ഒക്കെ നല്ല മൂവ്മെന്റ് ആണ്. ഇത് ചാർട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് കാണുന്നുണ്ടോ? ഞാൻ ഹെവി വെയിറ്റ് പറഞ്ഞ സ്റ്റോക്ക് 1650 താഴെ നമുക്ക് ഷോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് നിൽക്കുന്നില്ല, ക്ലോസിംഗ് കണ്ടില്ല, കണ്ടോ? ഇവിടെ വന്ന് അതുപോലെ ബൗൺസ് ചെയ്ത് പോയി. സോ അവനാണ് ഇപ്പോ നമ്മൾ സിയിൽ SL ഹിറ്റ് ചെയ്ത ഒരു വ്യക്തി, അല്ലെങ്കിൽ ട്രയലിംഗ് SL ഹിറ്റ് ചെയ്ത ഒരു വ്യക്തി, ഇപ്പൊ ഒന്ന് ഓടിപ്പോന്ന് ഒരു P എടുത്തു കഴിഞ്ഞാൽ വീണ്ടും കിട്ടും 40-50 പോയിന്റ്. സോ പൊസിഷൻ ബുക്ക് ചെയ്ത് വെളിയിൽ വന്ന് അടുത്ത ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്ന ഒരാൾക്കായിരിക്കും പ്രോഫിറ്റ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഉണ്ടായിരിക്കുക. സോ അവിടെയൊക്കെ ട്രേഡ് ഇങ്ങനെ മറ്റേ ട്രേഡിന്റെ ഒക്കെ
അടുത്ത പൊസിഷനിലേക്ക് പോകുന്നുണ്ട്. ആ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 333 പുള്ളിക്കാരൻ പറഞ്ഞിരുന്ന ടാർഗറ്റ് 440 ആയിരുന്നു. 440 നമുക്കറിയാം അവിടെ ഒരു ഇൻഡെസിഷൻ ക്യാനിൽ നിന്നുകൊണ്ട് നമ്മൾ കുറച്ച് ടാർഗറ്റ് ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. സോ അവരുടെ SLE ഹിറ്റ് ചെയ്യുകയും നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അടുത്ത ട്രേഡിൽ കയറാനുള്ള അവസരമുണ്ട്. സോ ഒരു പ്രൊഫഷണൽ ഒരു ടെലഗ്രാമിലോ ഇല്ലെങ്കിൽ വാട്സാപ്പിലോ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ട്രേഡ് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന വ്യക്തിക്ക് SLE ഹിറ്റ് ചെയ്തു. നിങ്ങൾ ഈ കേൾക്കുന്ന മ്യൂസിക് എന്റേതല്ല, ഈ കേൾക്കുന്നതെല്ലാം അവരുടെ SLE ഹിറ്റ് ചെയ്യുന്നതും അടുത്ത എൻട്രി, പുതിയ എൻട്രി ഒക്കെ പറയുന്നതാണ്. നമ്മൾ ഇപ്പോഴും പറഞ്ഞ 3 ട്രേഡിലും ഒരു ട്രേഡിലും നമുക്ക് കാര്യമായിട്ടുള്ള ഒരു ലോസോ വന്നിട്ടില്ല, പ്രോഫിറ്റും മാന്യമായിട്ട് വന്നിട്ടുണ്ടാകും. സോ ശ്രമിക്കുക. ഇതൊന്നും ഞാൻ വേറൊരു രീതിക്ക് പറയുന്നതല്ല, നിങ്ങളുടെ കഴിവ് നിങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തണം, ഇല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചിന്തിച്ചാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ബെറ്റർ ആകാം എന്നുള്ളതേ പറഞ്ഞുള്ളൂ. സോ കാര്യങ്ങൾ നടക്കട്ടെ. അറ്റ്ലീസ്റ്റ് ഒരു മോണിറ്റർ എന്തായാലും നിങ്ങൾക്ക് വേണം. ഫോണിൽ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് ഇത്രയും നേരം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ ഒരു ലാപ്ടോപ്പ് എങ്കിലും വേണം നമുക്ക് അതിനകത്ത് കാര്യമായിട്ട് ട്രേഡ് ചെയ്യാൻ. സോ ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. എത്ര ട്രേഡ് എനിക്ക് മിസ്സായിട്ടുണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഇതിനുള്ളിൽ ഇരുന്ന ഒരു വ്യക്തിക്ക് ചിന്തിക്കാം. ഒരു കൂടിപ്പോയൊരു അറൌണ്ട് ഒരു 3 to 4 ട്രേഡ്സ്, ഓൾറെഡി ഞാൻ 3 to 4 ട്രേഡ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. എന്റെ പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഡബിൾ എത്തേണ്ട സമയത്തിന് മേളിലായി. സോ ടാർഗറ്റ് ഒക്കെ ഹിറ്റ് ചെയ്ത് കയറി പോകേണ്ട സമയവും കഴിഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് ഓക്കെ. കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നല്ല, ഇനി അടുത്ത 20 വർഷത്തേക്ക് എനിക്ക് ട്രേഡ് ചെയ്യാനുള്ള നോളജ് എന്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. മണി സെക്കൻഡറി ആയിട്ടുള്ള ഒരു തിങ്ങാണ്. നമ്മുടെ ബാച്ച് 9-ലുള്ളവർക്ക് ഞാൻ ആ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ടാവും. മണിയുടെ പിറകെ പൊക്ക് കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി കിട്ടത്തില്ല. ക്വാളിറ്റിയുടെ പിറകെ പൊക്ക് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മണി നമുക്ക് കിട്ടും. അത് ഞാൻ എന്റെ ലൈഫിൽ നിന്ന് കണ്ടതാണ്. സോ അത് നിങ്ങളുടെ ഫ്രണ്ടിൽ ഈസി ആയിട്ട് എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം ജീവിതത്തിൽ ഞാൻ അത്രയും കണ്ടിട്ടുണ്ട്, നെഗറ്റീവ്സും പോസിറ്റീവ്സും കണ്ടിട്ടുണ്ട്. സോ നെഗറ്റീവിൽ നിന്നപ്പോൾ ഞാൻ കാശ് കുഴപ്പമില്ല, അതിനി ജീവിതത്തിൽ എന്തെങ്കിലും വരും, ഒന്ന് ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു. കാശിനെ നോക്കിയില്ല, P&L നോക്കിയില്ല. ഇപ്പൊ P&L നോക്കേണ്ട അവസ്ഥ വരുന്നില്ല, കാശിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ടി വരുന്നില്ല. സോ ഇറ്റ് ഡിപ്പെൻഡ്സ്. ഓക്കെ, അപ്പൊ ഓക്കെ, നടക്കട്ടെ. ഞാൻ എന്റെ കുറച്ച് കാര്യങ്ങളിൽ തിരക്കാവുന്നുണ്ട്. എനിക്ക് വേറൊരു സുഹൃത്ത് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഞാൻ റിപ്ലൈ കൊടുക്കേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ മറ്റേ പുള്ളിക്കാരന് SLE ഹിറ്റ് ചെയ്ത് എന്റെ മെസ്സേജ് ഒക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്. നമ്മളിപ്പോഴും വളരെ ഹാപ്പിയാണ്, വളരെ സേഫാണ്. സോ പ്രോഫിറ്റബിലിറ്റിയിൽ നിൽക്കുക എന്നുള്ളത് ഇത്രയേറെ ടഫായിട്ടുള്ളൊരു കാര്യമല്ല. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ഏകദേശം 3/4 മണിക്കൂറോളം ആയിക്കണ്ട നമ്മുടെ ഈ ഒരു ലൈവ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കണം. 47 മിനിറ്റ്സ്. പക്ഷെ ഈ 47 മിനിറ്റ്സ് ഇതിനകത്ത് നിന്ന ഒരു വ്യക്തിക്ക് അടുത്തൊരു 1 മാസത്തേക്കുള്ള നോളജ് അതിനകത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. യൂസ് ചെയ്യ്, പഠിക്ക്, നന്നായിട്ട് പഠിക്ക്. മാക്സിമം സപ്പോർട്ട് ഈ കമ്മ്യൂണിറ്റിക്കകത്ത് നിന്ന് കിട്ടും. ട്രേഡ് സേഫ്. ബൈ, ടേക്ക് കെയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഇല്ലെങ്കിൽ ഞാനിത് ക്ലോസ് ചെയ്യാം. എനി ഡൗട്ട്സ്? 9:30 വന്നതാണ്, 10:20 ആയിട്ടുണ്ട്. ഡൗട്ട്സ് ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോ ബൈ, ടേക്ക് കെയർ.